എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമായിട്ടുള്ള ചിക്കൻ മോമോസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഇതിനായിട്ട് ബോൺലെസ് ചിക്കൻ ആണ് നമുക്ക് വേണ്ടത്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്കിത് ഫ്രൈ ആയി കിട്ടേണ്ടത്. ചൂടാറിയതിനു ശേഷം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ 2 സവാളയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സ്പ്രിംഗ് ഒനിയനും മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സോയാ സോസ് കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം. മൈദയാണ് ഇതിന് വേണ്ടത്. ഉപ്പൂടെ ആഡ് ചെയ്തതിന് ശേഷം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി ഇത് പപ്പട വലിപ്പത്തിൽ കനം കുറച്ച് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ മിക്സ് ചേർത്ത് വെച്ച് ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക് മടക്കിയെടുക്കാം. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയുള്ളൊരു ചട്നി റെഡിയാക്കാം. അതിനായിട്ട് ഒരു തക്കാളിയും 6 വറ്റൽമുളകും 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ആ തക്കാളിയുടെ സ്കിൻ റിമൂവ് ആകുന്നിടം വരെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒരു 5 മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ടി വരില്ല നമുക്ക്. ഇപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സോയാ സോസും ടൊമാറ്റോ പ്യൂരിയും 1 ടേബിൾ സ്പൂൺ വിനീഗറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം ഈ മോമോസ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.